വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്ത് ഇസ്രയേലിന്റെ ആക്രമണം. തത്സമയ സംപ്രേഷണത്തിനിടെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, കൂടുതൽ വിശദാംശങ്ങൾ. അജ്ന, വളരെ സംഘർഷഭരിതമാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്നത്. ഇറാന്റെ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്താണ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് പുറത്തുവരുന്ന വിവരം. തത്സമയ സംപ്രേഷണത്തിനിടെയാണ് ടെലിവിഷൻ ആസ്ഥാനത്ത് സ്ഫോടനമുണ്ടായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആക്രമണത്തിൽ കെട്ടിടത്തിന് തകരാറുണ്ടായി, നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ കെട്ടിടത്തിന് തകരാർ സംഭവിക്കുന്നു, പുനഃസംപ്രേഷണം അല്ലെങ്കിൽ സംപ്രേഷണം തടസ്സപ്പെടുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ സ്ഥിതി സാധാരണഗതിയിലേക്ക് വന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ആ തടസ്സപ്പെട്ട സംപ്രേഷണം പുനരാരംഭിച്ചു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തെഹ്റാനിലെ ഇറാന്റെ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്താണ് വലിയ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് പുറത്തു വരുന്ന വിവരം. കൂടാതെ പടിഞ്ഞാറൻ ടെഹ്റാനിലെ സൈനിക താവളം ഇസ്രായേൽ നേരത്തെ ആക്രമിച്ചിരുന്നു. ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കൂടാതെ അതിന് മറുപടി എന്നോണം ടെൽ അവീവിൽ നിന്ന് ജനങ്ങൾ ഒഴിയണമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകി. എന്തായാലും ഒരു സ്ഥിതി വളരെ രൂക്ഷമാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. വളരെ സംഘർഷഭരിതമാണ് സ്ഥിതി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു യുദ്ധത്തിലേക്കാണോ പോകുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. രണ്ട് രാജ്യങ്ങളും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ലഭിക്കുന്ന വിവരം. ഇറാന്റെ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്താണ് വലിയ ഒരു സ്ഫോടനമുണ്ടായത്. തത്സമയ സംപ്രേഷണത്തിനിടെയാണ് ആ സ്ഫോടനം ഉണ്ടാകുന്നത്. എന്തായാലും നിരവധി മാധ്യമപ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായി എന്ന രീതിയിലുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് ജനങ്ങളോട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. സൈനിക നടപടി ഉണ്ടാകുമെന്നും കൂടാതെ തെഹ്റാന്റെ ആകാശം പൂർണ്ണമായും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലാണെന്നും നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് തുടരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു കാര്യം. കൂടാതെ ഈ സംഘർഷം, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം 4ാം ദിവസവും വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ കഴിഞ്ഞ ദിവസവും വലിയ രീതിയിൽ പുലർച്ചെയും രാത്രിയും ഒക്കെയായി തന്നെ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാകുന്നു. ഈ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ 3-1 പ്രതിരോധ സേന തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്ന ഒരു സാഹചര്യം. അതിന് പിന്നാലെയാണ് ടെഹ്റാനുമേൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതും അതോടൊപ്പം തന്നെ ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും എന്നടക്കമുള്ള ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും തുടരെ ആക്രമണം ഇറാനുമേൽ ഇസ്രായേൽ അഴിച്ചുവിടുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്നത്. എന്തായാലും ഇറാന്റെ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്താണ് വലിയ സ്ഫോടനമുണ്ടായി. തത്സമയ സംപ്രേഷണത്തിനിടെയാണ് സ്ഫോടനമുണ്ടായത്. അജുന, ഒരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടും തന്നെയാണ് ഇത്രയധികം ആക്രമണം അവർ നടത്തിയത്. ഇത് വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് കടക്കും തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലേ? അതിന് സംഘർഷഭരിതമാണ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു, ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ഭീതി തന്നെയാണ് ഉള്ളത്. എന്തായാലും ടെൽ അവീവിലെയും തെഹ്റാനിലെയും ജനങ്ങളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ് എന്നതാണ് പറയേണ്ടത്. ഇരു രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകുന്നു, പരസ്പരം മുന്നറിയിപ്പ് നൽകുന്നു. ജനങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോകണം. തലസ്ഥാനത്ത് നിന്ന് ജനങ്ങൾ തെഹ്റാനിൽ നിന്നും അതോടൊപ്പം തന്നെ ടെൽ അവീവിൽ നിന്നും ജനങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോകണം എന്ന മുന്നറിയിപ്പാണ് ഇരു രാജ്യങ്ങളും നൽകുന്നത്. പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നു. ഈ ഇറാന്റെ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്താണ് തത്സമയ സംപ്രേഷണത്തിനിടെ ആക്രമണം ഉണ്ടാകുന്നത്. എന്തായാലും വലിയ ഭീതിജനകമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. അതിന് പിന്നാലെ തുടരെയുള്ള ആക്രമണം. എന്തായാലും ഇരു രാജ്യങ്ങളും വലിയ രീതിയിൽ തന്നെ പരസ്പരം ആക്രമണം ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും തുടരെയുള്ള മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു. കൂടാതെ ടെൽ അവീവിലെ ആസ്ഥാനം ടെഹ്റാനിലെ
ആകാശപാത പൂർണ്ണമായും തങ്ങളുടെ കീഴിലാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി അവകാശപ്പെടുന്ന സാഹചര്യം. ആ രീതിയിൽ വലിയ മുന്നറിയിപ്പുകളെല്ലാം നൽകുന്നു. ജനങ്ങൾ ഒഴിഞ്ഞു മാറണം, ഒഴിഞ്ഞു പോകണം എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുന്നറിയിപ്പായി പറയുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് തുടരെ ആക്രമണം ഉണ്ടാകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വലിയ ഭീതിജനകമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. സംഘർഷഭരിതമായി തന്നെ സാഹചര്യം തുടരുകയാണ്. അജുന, ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്ത് ഇസ്രയേലിന്റെ ആക്രമണം നടന്നിരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിനിടെയാണ് മിസൈൽ ആക്രമണമുണ്ടായത്. ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാൻ സാധ്യതയുള്ളതാണ് നിലവിൽ കാണുന്നത്. ഇസ്രയേലിന്റെ തത്സമയ സംപ്രേഷണത്തിനിടെയാണ് മിസൈൽ ആക്രമണമുണ്ടായത് എന്നതാണ് എടുത്തു പറയേണ്ടത്. നിലവിൽ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചത്. നേരത്തെ തന്നെ ഇന്ത്യൻ പൗരന്മാരോട് അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണനാണ് ചേർന്നത്.